രഘുരാമചരിതത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഏകപാഠിയായ വാൽമീകി മാമുനി എല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടു. എല്ലാം പറഞ്ഞതിന് ശേഷം രാമായണത്തിന്റെ മഹിമയെക്കുറിച്ച് നാരദ മാമുനി പറഞ്ഞവസാനിപ്പിച്ചു. രാമായണം പറഞ്ഞ് രാമചരിതം പറഞ്ഞ് സമാപിപ്പിക്കുന്ന സമയത്ത് രാമായണത്തിന്റെ മഹിമയെ സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരു ശ്ലോകം നമ്മുടെ മുന്നിൽ പറഞ്ഞു. ആ ശ്ലോകം ഇതം പവിത്രം പാപഘ്ന പുണ്യം വേദൈശ്ച സംഹിതം യ പഠേ രാമചരിതം സർവ പാപൈ പ്രമുച്യത്തെ എന്ന് നമ്മുടെ മുന്നിൽ പറഞ്ഞു. ഈ രാമചരിതമുണ്ടല്ലോ, സർവ പാപഹരമാണ് രാമചരിതം. സർവ പാപങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിപ്പിക്കാൻ പറ്റുന്ന നാമമാണ് രാമനാമവും രാമചരിതവും. അത് വേദസമ്മതമാണ്, വേദം പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ ഒരു ചരിതത്തെ നല്ലപോലെ പഠിക്കണം. ഇതം പവിത്രം പാപഘ്ന പുണ്യം വേദൈശ്ച സംഹിതം യ പഠേ രാമചരിതം സർവ പാപൈ പ്രമുച്യത്തെ എന്ന മനോഹരമായ വാക്കോട് കൂടിയിട്ടാണ് നാരദ മാമുനി തന്റെ രാമചരിതത്തെ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് രാമായണം എന്തിനു പഠിക്കണം? അതിന്റെ ഗുണങ്ങളാണ് പറഞ്ഞത്. സർവപാപഹരമാണിത്, ഇത് വേദസമ്മതമാണ്. രാമന്റെ ചരിതം പഠിക്കുകയും കേൾക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ സർവപാപവും ഇല്ലാതായി ദേവഭാവത്തിൽ ഉയരുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള മനോഹരമായിട്ടുള്ള ആ സമാപന ഉപദേശവും തന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാം രാമചരിതത്തിന്റെ മഹിമ എന്താണ് എന്ന്. അങ്ങനെയുള്ള ഈ രാമചരിതം വാൽമീകി മാമുനിയോട് നാരദൻ പറഞ്ഞു, ഇത് പഠിച്ചാൽ, ഇതറിഞ്ഞാൽ ജീവിതത്തിൽ സർവപാപഹരമായ ഈ ചരിതത്തെ പഠിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന മംഗളവും പറഞ്ഞ് നാരദ മാമുനി തന്റെ കർത്തവ്യം അവസാനിപ്പിച്ചു. തന്റെ ശിഷ്യന്മാരോടൊപ്പം നാരദ മാമുനി തിരിച്ചുപോയി. ഈ സമയത്താണ് വാൽമീകി മാമുനി സമയം കുറെ കഴിഞ്ഞു പോയതൊക്കെ പെട്ടെന്ന് മനസ്സിൽ വന്നു. ശിഷ്യനായ ഭരദ്വാജനെ അടുത്തു വിളിച്ചു. ഭരദ്വാജനോട് പറഞ്ഞു, നമുക്ക് വേഗം തന്നെ നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്താലോ, ആദ്യം തമസാ നദിയിൽ പോയി കുളിച്ചു വരാം എന്ന് പറഞ്ഞ് കുടവും വൽക്കലവും ഒക്കെ എടുത്ത് കുളിക്കാനായി ആ തമസാ നദീ തീരത്തേക്ക് യാത്രയായി. അതുവരെ രാമകഥ കേട്ട വാൽമീകിയുടെ മനസ്സിൽ വല്ലാത്ത ഒരു സന്തോഷമുണ്ട്. ഈ സ്ഥലകാല ബോധമൊക്കെ ചെറുതായി നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ട്. താൻ ദീർഘകാലമായി മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യത്തിന് ഇതാ എനിക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു. ആ ആനന്ദമൊക്കെ അനുഭവിച്ച് വനശോഭയെല്ലാം കണ്ട് പ്രകൃതിയുടെ ആ ഹരിതാഭത്തെയെല്ലാം മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ടു പോകുകയാണ്. പോകുന്ന സമയത്താണ് ഒരു വൃക്ഷത്തിന്റെ കൊമ്പിൽ 2 പക്ഷികൾ ഇരിക്കുന്നത് കണ്ടു. ആ പക്ഷികൾ മിഥുനങ്ങളാണ്, ഒരു ഭാര്യയും ഭർത്താവുമാണ്. ആ 2 പേരും ചേർന്ന് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അതും വാൽമീകി നോക്കി നിന്നു. ആ നോക്കി നിന്ന സമയത്ത് പെട്ടെന്ന് വാൽമീകിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് എവിടെ നിന്നോ ഒരു ശരം പാഞ്ഞു വന്നു. ആ പാഞ്ഞു വന്ന ശരം അതിൽ ആൺകിളിയെ കോർത്ത് ആ ശരത്തോടുകൂടി ആൺകിളി താഴേക്ക് പതിച്ചു. ആ മണ്ണിൽ കിടന്ന് ആ ആൺകിളിയുടെ ശരീരം വിറകൊണ്ടിരിക്കുമ്പോൾ, അത് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ആ പെൺപിട താഴേക്ക് നോക്കിയപ്പോൾ അതാ തന്റെ പ്രാണനാഥന്റെ ശരീരം ചോരയൊലിച്ച് പിടയുന്നത് കണ്ടപ്പോൾ ആ പെൺപിട അടുത്തു വന്നിരുന്ന് ആർത്തനാദം മുഴക്കി, ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടി ആർത്തനാദം മുഴക്കി കരയുവാൻ ആരംഭിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന വാൽമീകി പെട്ടെന്ന് ഞെട്ടിത്തെരിച്ചു നിന്ന മാമുനി എവിടെ നിന്നാണ് ആ ശരം പാഞ്ഞുവെന്നതെന്നറിയാൻ വന്ന ദിക്കിലേക്ക് തന്റെ ദൃഷ്ടികൾ പായിച്ചു നോക്കിയപ്പോൾ അതാ ഒരു വൃക്ഷത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഒരു വേടൻ ആ കരയുന്ന പെൺപിടയുടെ നേർക്കും അസ്ത്രമെയ്യാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ മാമുനിയുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് ഒരു ശാപവാക്കുപോലെ ഒരു ശ്ലോകം പുറത്തു വന്നു. മാനിഷാദ പ്രതിഷ്ഠാം ത്വം അകമ ശാശ്വതീ സമ യക്രൗഞ്ചമിഥുനാദേകം അവധി കാമമോഹിതം എന്ന് അറിയാതെ ഉള്ളിൽ നിന്ന് ഒരു ശ്ലോകം, ഒരു വാക്ക് പുറത്തു വന്നു. ആ പുറത്തു വന്ന വാക്ക്, ശ്ലോകം നമുക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട്
ഈ ഒരു ശ്ലോകത്തെ മനഃപാഠമാക്കാൻ നമ്മളൊന്ന് ശ്രമിച്ച് വാൽമീകി മാമുനിയെ മനസ്സിൽ കണ്ട് ആ ഒരു അന്തരീക്ഷത്തെയും പശ്ചാത്തലത്തെയും മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ പല പല ചോദ്യങ്ങൾ ഉണ്ടാക്കി നമ്മൾ ഈ ഒരു കഥാഭാഗത്ത് ഇന്ന് സത്സംഗം അവസാനിപ്പിക്കാം. കൂടുതൽ അറിവിനായി നമുക്ക് നാളെ കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.